അമ്മമാരുടെ കൂട്ടായ്മ മെക്സിമൻ ആണോ? ഇന്ന് എക്സർസൈസ് ഇല്ലായിരുന്നോ? എന്നിട്ട് എന്താ പേര്? അപ്പൊ എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ? നിങ്ങൾ നന്നായിട്ട് നമ്മൾ പോയ സ്ഥലങ്ങളിലെല്ലാം ഈ മെക്സവൻ സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് അതിന്റെ വനിതാ പ്രവർത്തകർ എങ്ങനെയുണ്ട് എക്സർസൈസ് കഴിഞ്ഞപ്പോ? ഓക്കെ. ഈ നിങ്ങൾ എത്ര കാലം എക്സർസൈസ് ചെയ്യാൻ തുടങ്ങുന്നു? നിങ്ങളെന്ത് നമ്മൾ കൊല്ലാൻ വന്ന നിങ്ങൾ അങ്ങോട്ടങ്ങ് ചായുന്നു ഇല്ല, ചില വേലി ചായുന്നല്ലേ. ഓക്കെ. അപ്പൊ നമ്മൾ കാര്യം ചോദിക്കാൻ വന്നില്ല. 3 മാസത്തോളായി. എങ്ങനെ ഒരു മനസ്സിനൊരു സുഖമുണ്ട്? അല്ല, നമുക്ക് അറിയേണ്ട കാര്യം അറിയോ, ഈ മാരകമായ ലഹരിയിലൊക്കെ പെട്ടുപോകുന്ന കുട്ടികൾ ഇതേപോലുള്ള എക്സർസൈസ് ഒക്കെ ആരംഭിച്ച് എങ്ങനെ ഉണ്ടാകും? അതറിയില്ല, പക്ഷെ നല്ല നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉന്മേഷം വരും. ഇതിനിടയ്ക്ക് 24 കാണുന്നുണ്ടോ? ഈ കംപ്ലീറ്റ് മാക്സിമം ഉന്മേഷം കൊണ്ടുപോയാ ഇത് വന്നത് ശ്രീകണ്ഠൻ നായർ ആശ്മീനെ കാണാൻ വന്നത്. ഓക്കെ. അപ്പൊ പറഞ്ഞോളൂ, പേരെന്താ? അങ്ങോട്ട് ചാഞ്ഞ അപ്പുറം വീഴും, വെള്ളത്തിൽ വീഴും. ഓക്കെ, റെഡി. പിന്നെ ഇനിയിപ്പോ സുഖല്ലേ ചേട്ടാ? സുഖല്ലേ? ഇദ്ദേഹത്തിന് കേട്ടോ, നമ്മുടെ ആർച്ച് ബിഷപ്പിന്റെ ജന്മദിനം പറഞ്ഞപ്പോ പുള്ളി ബാക്കിൽ നിന്നൊരു ശബ്ദം, ഒരു ഒലിയിടല്. എന്താ സംഭവം? എന്റെ ജന്മദിനവും ഇന്നാണെന്ന് പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ. എന്താ പേര്? നമ്മളെ ലഹരി ഫുട്ബോളാണ്. അല്ല, ഇന്ന് ജന്മദിനമാണല്ലേ? താങ്ക് യു. വിവാഹിതനാണോ? വിവാഹിതനാണ്. അപ്പൊ ദമ്പതികൾക്ക് ആശംസ രണ്ടുപേർക്കും. അപ്പൊ സന്തോഷമായിട്ട് ജീവിക്കുക. നേരത്തെ കണ്ട നമ്മൾ കണ്ടില്ല. ലഹരിക്ക് വിടാം, ജീവിതത്തിൽ ദുരിതങ്ങൾ വായന. വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ, വായന ലഹരിയാവട്ടെ. അതായത് അതൊന്ന് കാണിച്ചു അഭിലാഷ്. അതായത് ലഹരി വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ, വാഹന ലഹരിയാവട്ടെ. വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിൽ വെളിച്ചം. ഒരു വെളിച്ചെന്നുള്ള പേരിൽ ഒരു വായനായിടം നടത്തുന്നുണ്ട്. ടീച്ചറിന്റെ പേരെന്താ? ഫറീന കോട്ടപ്പുറം. എല്ലാ ദിവസവും 4 മണി മുതൽ 6:30 വരെ എല്ലാ ദിവസവും സൗജന്യമായിട്ട് ഇവിടെ ആർക്ക് വന്നിരുന്ന് വായിക്കാം. സൗജന്യമാണ് എല്ലാ ദിവസവും. ടീച്ചർ ഒരു കാര്യം ചെയ്യാലോ, നമുക്കിത് വായിക്കാനുള്ള ഒരാളെ ഏൽപ്പിച്ചാലോ? കാര്യം കേട്ടാൽ മതിയല്ലോ അവരുള്ളത്. ഇപ്പൊ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാൻ വയ്യ. മലയാളിക്ക് അറിയാലോ, ഒരു പേന തറ വീണ മറ്റൊരാളോട് പറയും ഒന്ന് എടുത്ത് തരാമെന്ന് ചോദിക്കും. അങ്ങനെയുള്ള കാലമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ച് പേര് കേൾക്കാനും ഉണ്ടെങ്കിൽ ഒരു പഴയ സ്റ്റൈലില് ഇങ്ങനെ ഉണ്ടാവും. തീർച്ചയായിട്ടും സന്തോഷമാണ്. ഈ പുസ്തകം എന്ന് പറയുന്നത് പോഡ്കാസ്റ്റ് ഉണ്ട് അല്ലേ? പുസ്തകം എന്ന് പറയുന്നത് കാസർഗോഡിന്റെ പുസ്തകമാണോ? അയ്യോ, നമ്മുടെ കാസർഗോഡിന്റെ നേറുന്ന നമ്പരാണ് ഇത്. എല്ലാവർക്കും ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അംബികാസുരൻ ഇപ്പൊ എവിടെയുണ്ട്? ഉണ്ട്, ചിലപ്പോ സ്നേഹവീട്ടിലുണ്ടാകും. നിങ്ങളുടെ നാട്ടിലെത്തിയിട്ട് നിങ്ങളെ കാണുന്നില്ലല്ലോ, വലിയ ചതിയായി പോയി. സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് എവിടെ നോക്കാൻ 100 പുസ്തകം കൊണ്ട് തുടങ്ങിയതാണ്. ഇപ്പം നമുക്കൊന്ന് കാണാം. നല്ല രാശിയാണ്, നല്ല കാറ്റൊക്കെ കൊണ്ട് പുസ്തകം വായിച്ചിരിക്കാം. കിണറാണോ? കിണറാണ്. ഇതെന്താ സംഭവം? ഇതെന്തുവാ? ഓ, ഈ ടർമിനൽ. ഞാൻ വിചാരിച്ചത് ഒരു ഫ്രെയിമായിട്ട് വെക്കാൻ കൊള്ളല്ലോ. ാണ് നമ്മുടെ വെളിച്ചം വയനാടും കൂടി വരുന്നത്. മെഡോസ് ടൂറിസം ആണ് ഇത് സ്പോൺസർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെക്കാൻ ഇടം തന്നിരിക്കുന്നത്. ടീച്ചറെ നല്ല കാര്യം. ഞാൻ പുസ്തകമായിട്ട് ബന്ധമുള്ളതാണ്, കവിയാണ്, കാസർഗോഡ്. പിന്നെ പുസ്തകമായിട്ട് ബന്ധമില്ല. സാമ്പത്തിക സാക്ഷരതാ കൗൺസിൽ ഗിരിധർ രാഘവൻ കവിയാണ്. സാമ്പത്തിക സാക്ഷരതാ കൗൺസിലറാണ്. ഈ ലഹരിയെ കുറിച്ച് ഒരു കവിത എഴുതാൻ പാടില്ല. ലഹരിയെ കുറിച്ചല്ല, എഴുതിയിട്ടുണ്ട്. 2 ലൈൻ. ഇപ്പം ഓർമ്മയില്ല. ഏതായാലും പറയാം. അപ്പൊ അങ്ങോട്ട് പുസ്തകത്തിലേക്ക് ഒന്ന് പോവാം. അപ്പൊ ഈ പുസ്തകം ലഹരിയാക്കണം എന്നുള്ള ഈ അഭിപ്രായം എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കുക. കാര്യം പുസ്തക വായന ഇതൊക്കെ കുട്ടികൾ അകന്നു തുടങ്ങിയപ്പോഴാണ് വേണ്ടാത്ത കലാപരിപാടിയിലേക്ക് പോയത്. അംബികാസുരൻ മാങ്ങാടിന്റെ പുസ്തകം എന്റെ കയ്യിലുണ്ട്. ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ ഒന്ന് വായിച്ചേ. എൻമകജ എന്ന് പറയുന്നത് കാസർഗോഡിലെ സർഗയിലെ ഒരു ഗ്രാമമാണ്. എൻഡോസൾഫാൻ വിക്ടിം ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും ഞാൻ ഇത് മാത്രമല്ല സർ, ഞാൻ എവിടെ ആർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ഈ ഒരു ബുക്കാണ്. കാരണം എന്റെ നാടിന്റെ ഈ നൊമ്പരം മറ്റുള്ളവർ കൂടി ഉൾക്കൊള്ളുക എന്നുള്ള ഒരു പ്രധാനമായിട്ട് ഈ പുസ്തകത്തിന്റെ കണ്ടന്റ് എൻഡോസൾഫാൻ വിക്ടിംസിന്റെ ദുരിതമാണ്. ഇത് ഫിക്ഷൻ ഒന്നല്ല സർ, ഇത് യാഥാർത്ഥ്യമാണ്. ഇത് വായിച്ചിട്ട് ഞാൻ ഈ ഇടങ്ങളിലേക്ക് പോയപ്പോഴാണ് ഞാനൊരു ഇതിലെ മുഴുവൻ പ്രവർത്തകയായി. ഈ യാത്രക്കിടയിൽ അംബികാസുരനെ എവിടെയെങ്കിലും വെച്ച് ഞങ്ങൾ പിടിക്കും. തീർച്ചയായിട്ടും ഞാൻ സ്നേഹവീട്ടിൽ വരാൻ പറയാം. ഇപ്പം തന്നെ വിളിക്കാം. എന്നോട് വണ്ടി അടുപ്പുള്ള നമ്മള് വള്ളി ക്രിക്കറ്റ് നടക്കുന്ന കാലം പോലെ അറിയാവുന്ന ആളാ. ഓക്കെ ടീച്ചറിന് അപ്പൊ അത്രയും 10-60 കൊല്ലമായി. എന്റെ അധ്യാപകനും കൂടിയാണ്. അയ്യോ, ഇനി അധ്യാപനം ഒന്ന് മാറി ഈ പുസ്തകം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അഗ്നിച്ചെറുകളൊക്കെ വായിപ്പിക്കണം. അപ്പൊ എന്തായാലും ടീച്ചറെ, അപ്പൊ ആ പുസ്തകങ്ങൾ വായിക്കണം എന്നുള്ള കാര്യം. ഇത്രയും ബുക്സ് ഒക്കെ ഉണ്ട് അല്ലേ?
ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഷോട്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാർത്തയിലേക്ക് പോകാൻ സമയമാവുന്നു. ഓക്കെ, കുഞ്ഞു കാര്യങ്ങൾ ഉടേ തമ്പുരാൻ ഇരിക്കുന്ന അവിടെ അനുരാധന ബഷീറിന്റെ വായിച്ചിട്ടില്ല. ആ ഇല്ല, ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ ഇത് എടുക്കാം. ഇത് എന്റെ നാട്ടുകാരൻ ജാബിർ പാട്ടിൽ എഴുതിയ പുസ്തകമാണ്. ഈ ഷെൽഫ് സ്പോൺസർ ചെയ്തത് ഇദ്ദേഹമാണ്. തീർച്ചയായിട്ടും നമ്മുടെ കപ്പുണ്ട്, പിന്നെ നാട്ടുകാരുടെയും കൂട്ടുകാരുടെ ഒക്കെ സപ്പോർട്ടും കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പിന്നെ പ്രത്യേകിച്ച് മെഡോസിന്റെ കാസർഗോഡിന്റെ വിഷമം നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ നടന്ന ശ്രമം, പ്രത്യേകിച്ച് എൻഡോസൾഫാൻ, അതൊരു ഒരു തീനാളം, വേദനിക്കുന്ന തീനാളം.